ഹലോ ഗൈസ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ സച്ചിൻ മുണ്ടൂർ പോൾട്രി ഫാം. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് കുറച്ച് ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു കൂട് ചെയ്യുന്നുണ്ട്, ഒരു കോഴിക്കൂട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് എത്രയാവും, എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെല്ലാം പറയാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മൊത്തം കോസ്റ്റ് എത്രയായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ബാക്കിലേക്ക് കാണുന്നതാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത കൂട്. റൂഫ് ചെയ്തിട്ടില്ല, നമുക്ക് റൂഫിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഷെഡിനകത്താണ് ചെയ്യുന്നത്. നമുക്ക് വേറെ സ്ഥലമില്ല, റൂഫ് ചെയ്ത് വയ്ക്കാനുള്ള സ്ഥലമില്ല നമുക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പഴയ കൂട്, ഇതിനകത്താണ് ഞാൻ ഇതുവരെയും കോഴികളെ വളർത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഇതല്ലാതെ മേലെ ഇൻക്യുബേറ്ററിൽ നിന്ന് ഇറക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ ഡയറക്റ്റ് നിർത്താൻ വേണ്ടിയിട്ട് മേലെ വേറൊരു കൂടും കൂടി ഉണ്ട്, ബ്രൂഡിങ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ ഇപ്പോൾ ചെയ്ത കൂട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും എത്ര കോസ്റ്റായി എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാണാം, ഇതാണ് നമ്മുടെ കൂട്. ഈ കാണുന്ന കൂടാണ് അപ്പോൾ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിന് എത്ര കോസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളതെല്ലാം നമ്മൾ കാണിക്കുന്നതാണ് ഈ വീഡിയോയിൽ. ഇങ്ങനെ രണ്ട് തട്ടായിട്ടാണ് നമ്മൾ ഈ കൂട് ചെയ്തിരിക്കുന്നത്. മേലൊരു തട്ട്, താഴെ ഒരു തട്ട്. മേലെ മൂന്ന് കള്ളി വരുന്നത്, 3 കൂട് വരുന്നുണ്ട് മേലെ. 3 സെപ്പറേഷൻ വരുന്നുണ്ട് മേലെ. 1 2 ഇതൊന്ന് 3. നേരത്തെ പറഞ്ഞ പോലെ റൂഫ് ചെയ്തിട്ടില്ല. റൂഫിൽ വേറെ നെറ്റിട്ട് മാത്രം വെച്ചിരിക്കുകയാണ് നമ്മൾ, ഒന്നും അകത്തേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഈ മേലത്തെ കാഷ്ടങ്ങളൊന്നും തന്നെ താഴത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ ഒരു ട്രേ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. 3 കൂടിനും സെപ്പറേറ്റ് 3 ട്രേ കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ കൂടിൽ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാവില്ല. അങ്ങനെ ആ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് ഓരോ ഏത് കൂട്ടിലാണോ ഉള്ളത് ആ റാക്ക് മാത്രം നമ്മൾ ക്ലീൻ ചെയ്താൽ മതി എന്ന രീതിയിൽ. പിന്നെ താഴെ 2 എണ്ണം ഉള്ളത്, 2 കൂടാണ്, 2 സെപ്പറേഷനാണുള്ളത്. അപ്പോൾ അതിന് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നേരെ വേസ്റ്റ് താഴത്തേക്കാണ് വീഴുക. അത് നമുക്ക് അടിച്ചു മാറ്റി കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടിൻ്റെ കറൻറ്റ് പൊസിഷൻ. കഴിഞ്ഞു, വർക്കെല്ലാം കഴിഞ്ഞു, പെയിൻ്റെല്ലാം അടിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ കൂടുതലും ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ എനിക്ക് തോന്നിയ ഒരേ ഒരു ബുദ്ധിമുട്ട് പെയിൻറ്റിങ് ആണ്. ആദ്യമേ പെയിൻറ്റ് ചെയ്യുക, ഫ്രെയിമല്ല, അതിനുശേഷം കട്ട് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യാനായിരിക്കും നല്ലത്. അവസാനം പെയിൻറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ ഈ റാക്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറ്, ഈർച്ചപ്പൊടി ഇടും. അപ്പോൾ കാഷ്ടങ്ങളെല്ലാം അതിൽ വന്ന് നിൽക്കും, താഴത്തേക്ക് വീഴില്ല. ഈർച്ചപ്പൊടിയുടെ ആ വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവ് വെച്ചിട്ട് അതെല്ലാം ഡ്രൈ ആയി തന്നെ നിൽക്കുന്നതാണ്. ഇതാണിപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ വാങ്ങിയ കൂട്. ഇതിൻ്റെ റേറ്റ് ഏകദേശം അന്ന് 16,000 രൂപ അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയായിരുന്നു. ആ താഴത്തെ റാക്കിനുള്ളത് ഫ്രെയിം മാത്രമേ അടിച്ചു തന്നുള്ളൂ, അതിനുള്ള ഷീറ്റ് തന്നില്ല, ഷീറ്റ് അവർ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം 2 അടിക്ക് 2 അടി എന്നതാണ് ഈ കൂടിൻ്റെ അളവുകൾ. ഹൈറ്റ് ഇവിടുന്ന് 2 അടി, താഴത്തെയും ഹൈറ്റ് 2 അടി, അകത്തേക്കുള്ള വീതി, ഈ വീതിയും 2 അടി, ഇതും 2 അടി. ഇത് വന്നിട്ട് 2ൻ്റെ 2 2 അങ്ങനെ മൊത്തം 6. താഴെ വന്നിട്ട് നമ്മൾ 6നെ നേർപകുതിയിൽ തിരിച്ച് 3 3 എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു താഴത്തെ. അപ്പോൾ ഇതിൽ ഈ കാണുന്നത് നമ്മുടെ ബ്രഹ്മയുടെ കുഞ്ഞുങ്ങളാണ്, ഇവർ സെയിൽസിനുള്ളതാണ്. നമ്മുടെ അതുപോലെ തന്നെ പോളിഷ് ക്യാപ്പിൻ്റെ കുഞ്ഞുങ്ങളുമുണ്ട്, അവരും സെയിൽസിനുള്ളതാണ്. അപ്പോൾ ഈ കൂടിൻ്റെ എത്ര കോസ്റ്റായി എന്നുള്ളത് ഞാൻ ഈ സ്ക്രീനിൽ തന്നെ നമുക്ക് എഴുതി കാണിക്കാം ഞാൻ, അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അത് 16,000 രൂപ ചിലവ് വന്നപ്പോൾ നമുക്ക് ഇതിൽ അത്ര തന്നെ വന്നില്ല, 10,000 രൂപൻ്റെ അടുത്തേ വന്നുള്ളൂ. അതും മെഷീനോട് ചേർത്ത് ഞാൻ ഒരു വെൽഡിങ് മെഷീൻ വാങ്ങി, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെൽഡിങ് മെഷീനും വാങ്ങി. അതും സത്യത്തിൽ ആ പൈസ എനിക്ക് ലാഭമായിട്ട് കിട്ടി, അതായത് വെൽഡിങ് മെഷീൻ ഫ്രീ ആയി കിട്ടുന്ന പോലെ ആയിരുന്നു നമുക്ക് ഈ ഒരു കൂട് ചെയ്തപ്പോൾ ഉണ്ടായത്. പക്ഷേ ഇതിൽ ഞാൻ വാട്ടർ ലൈൻ്റെ കണക്ഷനൊന്നും ചെയ്തിട്ടില്ല, അത് നമ്മൾ ചെയ്യണം. ഇതിൽ നമ്മൾ പഴയ കൂടിൽ നമ്മൾ വാട്ടർ ലൈൻ്റെ കണക്ഷനെല്ലാം ചെയ്തിട്ടുണ്ട്. നിപ്പിൾ ഡ്രിങ്കർ 360യിലുള്ള നിപ്പിൾ ഡ്രിങ്കറാണ് നമ്മൾ ഇതിലെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ ഇപ്പോൾ തന്നെ സൈഡിൽ ഞാൻ എഴുതി കാട്ടാം ഓരോന്നോ എത്ര എന്നുള്ളത്. ഒന്നും ഉണ്ടായിരിക്കും പ്ലീസ്, ഞാൻ ഈ വീഡിയോ ഒന്ന് എടുത്തോട്ടെ പ്ലീസ്, ഒന്നും ഉണ്ടായിരിക്കും. അപ്പോൾ മൊത്തം നമുക്ക് ഫ്രെയിമിനായിട്ട് വന്നിട്ടുള്ളത് 3,020 രൂപ, ആംഗിളിന് 196 രൂപ. ആംഗിൾ എന്ന് പറയുന്നത് പ്ലീസ് ഈ ഫ്രെയിം വയ്ക്കാൻ നമ്മൾ ഈ സൈഡിൽ വയ്ക്കുന്ന ഈ ആംഗിൾ, ഇത് നമ്മളൊരു ആംഗിളാണ്, ആംഗിളിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്.
അതിന് 196 രൂപ. പിന്നെ മൊത്തത്തിൽ നമ്മൾ സ്ക്രൂവിലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സ്ക്രൂവിന് ഞാൻ 3 പ്രാവശ്യമായിട്ട് സ്ക്രൂ വാങ്ങി. ഓരോ പ്രാവശ്യം ഇത് മതിയാവും പറഞ്ഞ് വാങ്ങിയിട്ടും പിന്നീട് തികയാതെ വന്നിട്ട് മൊത്തത്തിൽ 200, 150, 165 2 കടയിൽ ഒരേ വില, വേറൊരു കടയിൽ വേറൊരു വില. അപ്പോൾ നമ്മൾ സ്ക്രൂ 2 കടയിൽ നിന്നാണ് വാങ്ങിയത്. 2 കടയിലും 2 റേറ്റ് ആയിരുന്നു. ഒരു കടയിൽ ₹1.50 പറയുമ്പോൾ വേറൊരു കടയിൽ ₹1.65. നമ്മുടെ മുൻപൂരിലുള്ള 2 കടയിൽ നിന്ന് തന്നെ വാങ്ങി. പക്ഷേ 2 കടയിലും 2 റേറ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് വെൽഡിങ് റാഡ് 3.15 mm ഒരു പാക്കറ്റ് റാഡേ ഞാൻ വാങ്ങി. അതിന് എനിക്ക് വെറും 325 രൂപയേ ആയുള്ളൂ. നമ്മൾ ഈ എല്ലാം വെൽഡ് ചെയ്ത 3.15 mm റാഡിലാണ്. ശരിക്കും 2.4 എന്തൊന്നുണ്ട് തോന്നുന്നു. അത് മതിയായിരുന്നു. ഞാൻ വാങ്ങിയത് 3 mm. അപ്പോൾ അതിന് നമുക്കൊരു 325 രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഹിഞ്ചസിന് നമുക്ക് മൊത്തത്തിൽ 300 രൂപ. 5 കൂടാണല്ലോ. അപ്പോൾ 5 കൂടിന് ഈ 2 എണ്ണം വെച്ചിട്ട് അപ്പോൾ മൊത്തം 10 എണ്ണം. ഒരു ഹിഞ്ചിന് 30 രൂപ. അതെനിക്ക് ഇത്തിരി അധികമായിട്ട് തോന്നി. ഞാനത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കോയമ്പത്തൂരിൽ തന്നെയാണ് വാങ്ങിയത്. റാഡ് നമ്മൾ കോയമ്പത്തൂരിൽ തന്നെയാണ് വാങ്ങിയത്. പിന്നെ അടുത്തത് വന്നിട്ട് വെൽഡിങ് മെഷീൻ 5,900 പറഞ്ഞു. അവർ 5,900 നമുക്ക് തന്നു. 2 ബോർഡിൻ്റെ മെഷീനാണ് പറഞ്ഞു. നല്ല മെഷീനാണ് എന്ന് പറഞ്ഞ് തന്നായിരുന്നു. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാഷ്ടം വീഴാനുള്ള ഈ ഷീറ്റിന് വില വന്നിരിക്കുന്നത് 330 രൂപ. അങ്ങനെ മൊത്തം നമുക്ക് ചിലവ് 12,578 രൂപ. അതിലൊരു 250 രൂപ ഓട്ടോ മെഷീൻ വഴിയാണ്. ഇത് വന്നിട്ട് 16,000 കൂടെ നമ്മൾ പുറത്തുനിന്ന് ചെയ്യിപ്പിച്ചത്. അപ്പോൾ എങ്ങനെ എനിക്ക് നോക്കിയപ്പോൾ നമുക്ക് ലാഭമായിട്ടാണ് തോന്നിയത്. ഇത്ര വലിയ കൂട് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇത്ര കോസ്റ്റ് ആവില്ല. എങ്ങനെയും 16,000 രൂപ ആവില്ല. ഇതിൽ 5,900 നമ്മൾ വെൽഡിങ് മെഷീൻ്റെ കോസ്റ്റ് കൂടി ചേർത്തിട്ടാണ് 10,586 എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അറിയുന്നവർ സ്ക്രൂ ചെയ്യാൻ ഒരു ഡ്രില്ലിങ് മെഷീൻ വാടകയ്ക്ക് എടുക്കാം, വെൽഡ് ചെയ്യാൻ വെൽഡിങ് മെഷീൻ വാടകയ്ക്ക് എടുക്കുക. അതേപോലെ ടാക്ക് അടിക്കാൻ അറിയുന്നവർ സ്വന്തമായിട്ടൊരു കോഴിക്കൂട് സെറ്റ് ചെയ്തതായിരിക്കും എന്തുകൊണ്ടും ലാഭകരം എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ഈ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം സെയിലിനുള്ളതാണ്. അപ്പോൾ ആവശ്യമുള്ളവരാണ് ഈ കാണുന്നതെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഇത് ബ്രഹ്മയിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം. ഇത് വന്നിട്ട് പോളിഷ് ക്യാപ്പിലെ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ കോഴിക്കൂടിൻ്റെ വീഡിയോ. നമ്മുടെ കയ്യിൽ വേറെയുള്ള 2 അസീലാണിത്. പിന്നെ ഇവൻ ഇത്തിരി കൊത്ത് കൂടുതലായതുകൊണ്ട് നമ്മൾ ഇവനെ കൂടിനകത്തിട്ടിരിക്കുകയാണ്. ഇവരുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ റെഡിയിലായിട്ടും കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ അടുത്ത് വരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഓൾ.